യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് അനിമോൾ. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. കടുവാക്കുളം ഇടവകയിൽ അംഗമാണ്. ഞാനിവിടെ എത്തിച്ചേർന്നത് OET എക്സാമിൻ്റെ നിരവധിയായ പരാജയങ്ങൾക്ക് ശേഷമാണ്. OET എക്സാമിൻ്റെ നിരവധിയായ പരാജയങ്ങൾക്ക് ശേഷം മറ്റുള്ളവരിൽ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം കാരണം ശരിക്കും ഡിപ്രഷനായെന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലാണ് ഞാൻ അച്ഛൻ്റെ സന്നിധിയിലെത്തുന്നത്. കൃപാസന അൾത്താരയിലെത്തി ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എക്സാം എഴുതണോ വേണ്ടയോ എന്ന് തന്നെ ചിന്തയായി. കാരണം നമ്മൾ ഓൾറെഡി അച്ഛൻ്റെ ശരിക്കും പ്രാർത്ഥനയുടെ ഏറ്റവും ബലവത്തായ എനിക്ക് തന്നൊരു വചനമാണ് നോട്ട് ബൈ മെറിറ്റ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളത്. ആദ്യമെല്ലാം മെറിറ്റിൽ തന്നെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു, ഓരോ പ്രാവശ്യം ജയിക്കുമെന്ന് വിചാരിക്കുന്നു, പരാജയപ്പെടുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ഏറ്റവും അത്യാവശ്യം ഈശോയുടെ ഗ്രേസ് ആണെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അൾത്താരയിൽ ഇവിടെ വന്ന് സാക്ഷ്യമെടുത്തതിന് ശേഷമാണ്, ഉടമ്പടി ജീവിതത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കൂടുതലായി നമ്മിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത് കാരുണ്യ പ്രവർത്തികളാണ്. നാം മനുഷ്യരായി കണ്ടവരെ സഹായിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അത്യന്തം പരമായാണ്. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം ഡേറ്റ് എടുക്കാൻ ഉദ്ദേശിച്ചത് ഡിസംബർ 23-നായിരുന്നു. പക്ഷെ അച്ഛനും എടുത്ത് വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു 27 എന്നുള്ള ഡേറ്റാണ് മകളെ കാണുന്നത്, നീ അത് നോക്കിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡിസംബറിൽ 27 ഇല്ല. കുറേ ബന്ധുക്കാരൊക്കെ പറഞ്ഞു ഏതായാലും ഇത്രയും നാളായില്ല, ഇനിയിപ്പോൾ ഡിസംബറിൽ തന്നെ നീ എടുക്കുന്നത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു തന്ന ഡേറ്റ് നീ അത് തന്നെ എടുക്കണമെന്ന്. നോക്കിയപ്പോൾ കറക്റ്റ് ജനുവരി 27-ന് ഡേറ്റ് ഉണ്ടായിരുന്നു, 2024. അങ്ങനെ 24 ജനുവരി 27-നാണ് ഞാൻ എക്സാം എഴുതിയതും അത്ഭുതകരമായ അമ്മ മാതാവ് എനിക്ക് അയർലൻഡ് സ്കോർ തന്നതിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം അയർലൻഡിലെ പ്രോസസ്സിങ് എല്ലാം ഫ്രീസായിരിക്കുമായിരുന്നു. ഒത്തിരി മക്കൾക്ക് പോകാൻ പറ്റാതിരിക്കുന്ന അവസരത്തിൽ പോലും എനിക്ക് അമ്മ മാതാവ് ഇൻ്റർവ്യൂ തരികയും ഞാൻ ഈ മാസം 20-ാം തീയതി അയർലൻഡിലേക്ക് പോവുകയുമാണ്. ഇത് തീർച്ചയായിട്ടും വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടും കൃപാസനത്തിലെ ഓരോ പ്രാർത്ഥനകളിലും പങ്കെടുത്ത് അതിലോരോ പറയുന്നത് പോലെ ചെയ്തതുകൊണ്ടും കിട്ടിയ വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഓരോ പ്രവർത്തികളും എത്രമാത്രം ഈശോയിൽ സമർപ്പിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ മാതാവ് അതൊരു അത്ഭുതമായി നമുക്ക് തിരിച്ചു തരും. ഞാൻ നഴ്സിംഗ് പഠിച്ചിട്ട് 14 കൊല്ലം കഴിഞ്ഞു. ഹൈദരാബാദിലെ നഴ്സിംഗ് സ്കൂളുമായി ഒരു കോണ്ടാക്റ്റും എനിക്കില്ല. നമ്മുടെ അയർലൻഡ് പ്രോസസ്സിൽ ഏറ്റവും പ്രശ്നം വരുന്നത് നമ്മൾ ആദ്യം പഠിച്ച സ്കൂൾ തൊട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ വേണം, ആരുമില്ല. ഞാൻ വളരെ വിഷമിച്ച് എൻ്റെ മമ്മി എൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിച്ചു. മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഒരു ശനിയാഴ്ച രാത്രി നിന്ന് വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവമേ അവിടെ ആരുമായിട്ട് കോണ്ടാക്റ്റില്ല, എന്ത് ചെയ്യുമെന്നോർത്ത് വിഷമിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ പള്ളി ചെന്നപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഒരു ചേട്ടൻ ഇങ്ങോട്ട് വന്ന് എന്നോട് ചോദിക്കുക മോളെ നിൻ്റെ പ്രോസസ്സിങ് എന്തായി, അവിടുത്തെ പുതിയ പ്രിൻസിപ്പളിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചിട്ട് പോലും അല്ല ചേട്ടൻ ഇങ്ങോട്ട് വന്ന് എനിക്ക് ആ പ്രിൻസിപ്പളിൻ്റെ നമ്പർ തരികയും വളരെ പെട്ടെന്ന് എനിക്ക് അവിടെ പ്രിൻസിപ്പളുമായി കോൺടാക്ട് ചെയ്ത് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് നമുക്കൊരു DL എന്ന് പറയുന്നതിന് വേണ്ടി ഒരു ഗുഡ് സ്റ്റാൻഡിങ് വേണം. അവിടെ എനിക്ക് ആരുമില്ല, എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചപ്പം ഈ പ്രിൻസിപ്പൾ തന്നെ ആ ഓഫീസിലെ ഒരു മേഡത്തിൻ്റെ നമ്പർ എനിക്ക് തരുക. എല്ലായിടത്തും മാതാവാണ്, ഓരോരോ മേഡത്തിൻ്റെ രൂപത്തിൽ മാതാവ് വന്ന് അനുഗ്രഹിച്ച് അമ്മ എനിക്ക് തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഈ അൾത്താരയിൽ എൻ്റെ അയർലൻഡിലേക്കുള്ള വിസ അടിച്ച പേപ്പറും ടിക്കറ്റുമായി വന്ന് നിൽക്കാൻ തന്ന അനുഗ്രഹത്തിന് കൊടാനുകൂടി നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ പ്രാർത്ഥനയിലായതിൽ പിന്നെ ആദ്യം നമുക്ക് പത്രം ആ കൃപാസനത്തിൽ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലെ ഒരു ചിന്താഗതി നമ്മൾ പൈസ അടയ്ക്കുന്നു, പത്രം മേടിക്കുന്നു, അങ്ങനെയാണ് എല്ലാവരും ആദ്യം പറയുന്നത്. പക്ഷേ ഇവിടെ വന്ന് ആദ്യത്തെ ധ്യാനം കൂടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും നമ്മൾ എങ്ങനെയാണ് പരിവർത്തനം വരേണ്ടതെന്നും. അതനുസരിച്ച് ഓരോ രീതിയിലും ഞാൻ പെരുമാറുന്നു. ഞങ്ങളുടെ അടുത്തുള്ള വൃദ്ധസദനങ്ങളെല്ലാം സന്ദർശിച്ച് അവരെ ശുശ്രൂഷിക്കുന്നു. ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും ഞാൻ പറയും ഡ്യൂട്ടി തിരക്ക് കാരണം എനിക്ക് പറ്റുന്നില്ലെന്ന് ഇവിടുത്തെ പ്രേക്ഷിതരോട് പറയുമ്പോൾ ആ ചേച്ചിമാർ എനിക്ക് പറഞ്ഞു മോളെ ഡ്യൂട്ടിയിലാണെങ്കിലും നീ ഓരോ രോഗികൾക്കും കെയർ ചെയ്യുമ്പോൾ നീ ഓർക്കണം ഈശോയ്ക്ക് വേണ്ടിയാണെന്ന് കൂടുതലായ അമ്മ മാതാവിന് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴെനിക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മാതാവ് നമുക്ക് 3-4 സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് അനുഗ്രഹം തരുക. നമ്മൾ ഓരോ കാരണത്തിന് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വന്ന ആൾക്കാർ പറയുക എന്നുള്ള വലിയ അനുഗ്രഹം എല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ്. ഇപ്പം നമ്മൾ ഞായറാഴ്ചകളിൽ എല്ലാ ആഴ്ചയിലും കുമ്പസാരിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന രീതിയിലായിരിക്കുകയാണ്. എല്ലാം അമ്മയുടെ അനുഗ്രഹമാണെന്ന് കരുതുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:18-19 കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. തനിക്ക് അയർലൻഡിലേക്ക് പോകുവാനായിട്ട് ദൈവം ചൊരിഞ്ഞ കൃപയ്ക്ക് നന്ദി പറയുകയാണ്. താൻ എന്ന് നേഴ്സിംഗ് പാസ്സായതാണെന്നും എത്രയോ വർഷങ്ങളായി OET പാസ്സാവുക അതായിരുന്നു ഈ മകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട്.
6ാമത്തെ പ്രാവശ്യമാണ് താൻ OET അറ്റൻഡ് ചെയ്ത് പാസ്സാകുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രം. അതുവരെയും തനിക്ക് പറ്റും, തനിക്ക് സാധിക്കും, ഒന്നിനു പുറകെ ഒന്നായി എക്സാം. എത്ര വർഷങ്ങളാണ് എടുത്തത്? 5 വർഷം. ശരിക്കും ഞാൻ എൻ്റെ ഇളയ മോടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രാക്ടീസ് ചെയ്യും OETക്ക് വേണ്ടി. 5 വർഷത്തിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്താണ് OET പാസ്സായത്. നീണ്ട വർഷങ്ങളുടെ ഇടയിൽ OET എഴുതുന്നുണ്ട്, എന്നാൽ അതൊന്നും അപ്പോൾ ഫലപ്രാപ്തമായില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം താൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും തന്നെ അത് വളരെ അർത്ഥപൂർണമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നാം ഇതിനു മുമ്പ് നന്മകളൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. എന്നാൽ ഉടമ്പടിയിലൂടെയാണ് ഏത് അരൂപിയാണ് നമ്മെ നയിക്കുക, എന്ത് അരൂപിയിലാണ് നാം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അതിനാണ് അവിടെ മാറ്റം വരുന്നത്. ആ ഒരു ബോധ്യത്തിന് അപ്പോഴാണ് അത് ദൈവിക കൃപയായിട്ട് മാറുക. അതിനു മുൻപ് എത്രയോ പ്രാവശ്യം നാം മറ്റുള്ളവർക്ക് പൈസ കൊടുത്തിട്ടില്ലേ, ഭിക്ഷക്കാർക്ക് പൈസ കൊടുക്കാറില്ലേ, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നാം ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യം എന്താണെന്ന് നമ്മോട് വന്ന് പറയുമ്പോൾ നാം അവർക്കൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ ഉടമ്പടി നമ്മെ യോഗ്യരാക്കുന്നു. ഏത് രീതിയിൽ, ഏത് അവസ്ഥയിൽ, ഏത് സ്പിരിറ്റിൽ നാം ഇത് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെ വിശേഷവിധിയായിട്ട് ചെയ്ത് തനിക്ക് OET പാസ്സാകാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം തൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിരുന്നു എന്നാണ് ഈ മകൾ പറയുക. പിന്നീട് ഓരോ വ്യക്തികൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് തനിക്ക് വേണ്ടിയിരുന്ന സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെയൊക്കെ വർഷങ്ങൾ പറയുന്നുണ്ട്. തനിക്കൊരു ബന്ധവുമില്ല പഠിച്ച കോളേജുമായിട്ട്. എന്നാൽ അവിടെയൊക്കെ അമ്മ ഓരോരുത്തരെ ഏർപ്പെടുത്തുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണെന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ, പ്രാർത്ഥിക്കും. എന്നാൽ ഇന്ന് കുറേ കൂടി വ്യക്തതയുണ്ട് എല്ലാറ്റിനും. അതുകൊണ്ടാണ് ചുണ്ടിൻ്റെ കൂടെ ചങ്ക് ചേർക്കണമെന്ന് പറയുക. ഇത്രയും നാളുമൊക്കെ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കുറേ നൊവേനകൾ, പ്രാർത്ഥനകൾ, അതിൻ്റെ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ ചൊല്ലി നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ഹൃദയം ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രാർത്ഥന അത് ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് സ്വന്തമാകുന്നത്. അത് ആ വ്യക്തികൾ തന്നെയാണ് അങ്ങനെ തന്നെ ഇവിടെ പങ്കുവയ്ക്കുകയും ചെയ്യുക. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.